So, hi guys, my name is Taufik. This is my first YouTube video. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ ബുള്ളറ്റ് പോയിൻറ്റ്സും കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് ഹാവ് എൻ ഐഡിയ, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അത് ഞാൻ മൊബൈലിൽ തന്നെ ചെയ്യുന്നത്. കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു പോസ്റ്റർ ചെയ്യാമെന്ന് കരുതി. അത് പ്രത്യേകിച്ച് വലിയ ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ബട്ട് പ്രൊഫഷണൽ ലുക്ക് തരുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കൂടുതൽ ടൂൾസും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചെയ്യുന്ന ഒരു രീതി ഞാൻ എങ്ങനെയാണോ ഞാൻ റോ ആയിട്ട് ചെയ്യുന്നത്, ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നത് മുതൽ ഫൈനൽ ഔട്ട് വരെ ജസ്റ്റ് ഞാനൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് കരുതി. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ. ട്യൂട്ടോറിയൽ എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് എന്താ പറയുക, അത്ര പ്രൊഫഷണൽ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കണം. ജസ്റ്റ് റോ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ വിത്തൗട്ട് എനി ഫെർദർ ഡിലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആകെ ഈ 2 ആപ്സാണ് ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇമേജ് സെർച്ച് മാൻ ആൻഡ് പിക്സാർട്ട്. അതിൽ നമ്മൾ ഇമേജ് സെർച്ച് മാൻ എടുത്തിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഇമേജസ് ആദ്യം ഡൗൺലോഡ് ചെയ്യാം, കൊക്കക്കോള റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ അതിനായിട്ട് നമ്മൾ കൊക്കക്കോള എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഇമേജസ് അവരുടെ തന്നെ വരും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്രൊഡക്റ്റ് ഇമേജാണ്. അപ്പോൾ അതിന് അവരുടെ ഒരു ബോട്ടിലോ ക്യാനോ നമുക്ക് ആദ്യം ആവശ്യം. അപ്പോൾ നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ബോട്ടിൽ തന്നെ എടുക്കാൻ തോന്നുന്നു, കാരണം വലിയ കുഴപ്പമില്ല, നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് നമുക്കൊരു വാട്ടർ മാർക്ക് വേണം. അപ്പോൾ അതിന് ഒരു PNG ഇമേജ് തന്നെ ഈ ഇമേജ് സെർച്ച് മാനിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇഷ്ടം പോലെ ഇമേജസ് ഇതിൽ അവൈലബിൾ ആണ്. അത് ഏത് ടോപ്പിക് റിലേറ്റഡ് ആണെങ്കിലും ഈ ഇമേജ് സെർച്ച് മാൻ എന്നുള്ള ടൂള് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ഇമേജ് സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എഡിറ്റിംഗ് തുടങ്ങാം. അതിനായിട്ട് നിങ്ങൾ പിക്സാർട്ട് എടുത്തിട്ട് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. കൊക്കക്കോള ആയതുകൊണ്ട് നമുക്ക് റെഡ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ പോസ്റ്റർ സൈസിലൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് പോസ്റ്റിൻ്റെ ഒരു സൈസിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ് എല്ലാ റേഷ്യോസും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റിൻ്റെ ആ ഒരു റേഷ്യോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്കിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്. അപ്പോൾ അതിനായിട്ട് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് റീസൈസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇറേസർ ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ചെയ്ത് കിട്ടും. പക്ഷേ എന്നാൽ പോലും ഇത് അത്രയ്ക്ക് നമ്മുടെ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറേസർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് നമ്മൾ വേണ്ട സ്ഥലം മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൺസ് നിങ്ങളുടെ ആ ഇറേസിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻവിസിബിളായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിസിബിൾ ആവും. അപ്പോൾ നമുക്കിതിന് ലെഫ്റ്റ് സൈഡോ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് നല്ലൊരു ഷാഡോ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഡെഫിനിഷൻ കിട്ടും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കൊക്കക്കോളയുടെ ലോഗോ ഇമ്പോർട്ട് ചെയ്യുക. നേരത്തെ ഇമേജ് ഇമ്പോർട്ട് ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് FX എന്നുള്ള ഒരു ടാബിൽ എടുത്തിട്ട് കളർ എന്നുള്ള ആ ഒരു ഏരിയ എടുത്ത് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് ചെയ്ത അതേ ബാക്ക്ഗ്രൗണ്ടും ഷാഡോസൊക്കെ നമുക്ക് ഇതിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റും ലോഗോ ആഡ് ചെയ്തു. ഇനി നമുക്കൊരു ടാഗ് ലൈൻ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ടാഗ് ലൈൻ, ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റ് മനസ്സിൽ തോന്നിയ ഒരു ടാഗ് ലൈൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനും ആ ഒരു ഷാഡോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. സോ ഓൾമോസ്റ്റ് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് അലൈൻ ചെയ്ത് ഒരു ഓവർലേ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ലൊരു ടെക്സ്ചർ ഫീൽ കിട്ടും. അപ്പോൾ ഓവർലേ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പിക്സാർട്ടിൽ തന്നെ ഇൻബിൽഡായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഇവിടെ ഒരുപാട് ഓവർലേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പോസ്റ്ററിന് ചേരുന്നത് എനിക്കിതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവർലേ മൊത്തത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ആ ഒരു ബ്ലെൻഡ് മോഡ് കാണുമല്ലോ താഴത്ത്, അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ ഒരു ബ്ലെൻഡ് മോഡിൽ സ്ക്രീനാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓവർലേയിലുള്ള വൈറ്റ് പാർട്ട് മാത്രം വിസിബിളായി, ബ്ലാക്ക് ഇൻവിസിബിൾ ആവും. ഈ പ്രൊഡക്റ്റിൻ്റെ മേലെ ഇങ്ങനെ ഓവർലേ വരുമ്പോൾ ആ ഒരു ഫീൽ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് ലെയറിൽ പോയിട്ട് ഈ ഓവർലേ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മേലുള്ള ലെയറും ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ താഴെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് അലൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പോസ്റ്റർ ഏതാണ്ട് റെഡിയായി. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ടൊന്ന് കണ്ടു നോക്കാം.
ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് വലിയ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ നോർമലായ രീതിയിൽ എങ്ങനെയാണോ ചെയ്യുക, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കാം. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ഷെയർ, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.